ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ 5 ലക്ഷം 10 ലക്ഷമൊന്നും കീമോയ്ക്ക് ആവത്തില്ല. സ്ഥാനാർബുദത്തിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുമ്പോൾ ഏത് ടൈപ്പാണ് ആ ട്യൂമർ എന്നുള്ളതാണ്. എനിക്ക് സർജറി പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ പോലും എനിക്ക് ഒരു കീമോയ്ക്ക് 50,000 രൂപയാണ് പറഞ്ഞത്. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങിയത്. രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു കണ്ടന്റാണ് രേണു സുധിക്ക് ക്യാൻസർ ഉണ്ടോ, അതുപോലെ തന്നെ രേണു സുധിക്ക് ഇത്രയും രൂപയുടെ മെഡിസിൻ ആകുമോ എന്നുള്ള ചർച്ച. അവിടെയൊക്കെ ക്യാൻസർ ഉണ്ടോ എന്ന് സംശയിക്കുന്നവരോട് ഒന്നും പറയാനില്ല. രേണു സുധിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടും ഇത്രയും പേര് കാണാൻ ചെന്നിട്ടും അവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരോട് വിശ്വസിക്കേണ്ട എന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് മെഡിസിൻ്റെ കാര്യം. രേണു സുധി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്ക് മെഡിസിന് തന്നെ, ഈ ചികിത്സ കഴിഞ്ഞ് മെഡിസിന് തന്നെ ഏകദേശം 2 ലക്ഷം രൂപയോളം ചിലവാകുമെന്ന്. അവിടെയൊക്കെ ഇതിനോടകം തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന പല പേഷ്യൻറ്റും പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ടായിരുന്നു. അതായത് അവർക്ക് ഇത്രയും പൈസ ചിലവായില്ല, ഇതൊക്കെ കള്ളമാണ്, ഇത്രയും രൂപ ചിലവാകത്തില്ല എന്നുള്ള ഓഡിയൊക്കെ നമ്മൾ കേട്ടതാണ്. വേണമെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് ഇവിടെ വയ്ക്കാം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും എനിക്ക് സർജറി പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ പോലും എനിക്ക് ഒരു കീമോയ്ക്ക് 50,000 രൂപയാണ് പറഞ്ഞത്. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങിയത്. പിന്നെ 5 ലക്ഷം 10 ലക്ഷമൊന്നും കീമോയ്ക്ക് ആവത്തില്ല. ഞാൻ വേണമെങ്കിൽ എന്റെ കീമോ മരുന്നിന്റെ ബില്ല് ഞാൻ ബ്ലോക്ക് തരാം. ഒരുപക്ഷെ ഇവർ പറയുന്നത് ഇവരുടെ കാര്യത്തിൽ സത്യമായിരിക്കാം. കാരണം ഇവർക്ക് HER2 നെഗറ്റീവ് ആയിരിക്കാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അത്രയും ചിലവാകാഞ്ഞത്. അവിടെയൊക്കെ ആലോചിക്കണം, രേണു സുധിയുടെ കണ്ടീഷൻ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കാരണം രേണു സുധി HER2 പോസിറ്റീവ് ആയൊരു വ്യക്തിയാണ്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവരിൽ 20% പേർക്ക് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളപ്പോൾ പലരും ചോദിക്കും ഇത്രയൊക്കെ പൈസയാകുമോ എന്ന്. അവിടെയൊക്കെ രേണു സുധി പറഞ്ഞിരിക്കുന്നത് 2 ലക്ഷം ആവുമെന്നാണെങ്കിൽ അതിനെക്കുറിച്ച് രേണുവിൻ്റെ ചേച്ചി തന്നെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടെയാണ് ചേച്ചി പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ മുൻകൂറായിട്ടൊരു തീരുമാനം ഇതിൽ എടുക്കരുത്. എന്തായാലും ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. രേണുവിൻ്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷനാണ് ഫെസ്കോ 600 mg. ഇവിടെ ഈ HER2 പോസിറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള വ്യക്തികളിൽ ക്യാൻസർ വളരെ വേഗം ശരീരഭാഗങ്ങളിലേക്ക് പകരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് ഇതൊരു ആക്രമണ സ്വഭാവമുള്ള ക്യാൻസറാണ്. അവിടെയൊക്കെ വേണമെങ്കിൽ പലർക്കും സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളവരിൽ മരണനിരക്ക് എത്ര ശതമാനമാണെന്ന്. അവിടെയൊക്കെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ 90% പേരും ജീവനോടിരിക്കും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ രേണു സുധി കൂടെ പറയുന്നതിൻ്റെ കൂട്ട് മരിച്ചു പോകും എന്നുള്ള പേടി വേണ്ട. എന്തായാലും ഈ HER2 പോസിറ്റീവിനെ കുറിച്ച് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് HER2 അഥവാ HER2 റിസപ്റ്റർ. HER2 റിസപ്റ്റേഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ കോശങ്ങളുടെ പ്രതലത്തിലുണ്ടെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് ഹെർസെപ്റ്റിൻ തുടങ്ങിയ മരുന്നുകൾ ഫലപ്രദമാണ്. ഏതാണ്ട് 25-30% ബ്രസ്റ്റ് ക്യാൻസർ രോഗികളിലും HER2 റിസപ്റ്റേഴ്സ് അവരുടെ കോശങ്ങളുടെ പ്രതലത്തിൽ കാണും. അങ്ങനെ HER2 പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിന് ഹെർസെപ്റ്റിൻ തുടങ്ങിയ ടാർഗറ്റഡ് ഏജൻസ് കൊടുക്കുന്നത് വഴി അവരുടെ രോഗത്തെ കൂടുതൽ ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയും. അതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ബ്രസ്റ്റ് ക്യാൻസർ കോശങ്ങളുടെ തലങ്ങളിൽ HER2 റിസപ്റ്റേഴ്സ് ഉണ്ടോ, അഥവാ ഈ ബ്രസ്റ്റ് ക്യാൻസർ HER2 പോസിറ്റീവ് ആണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ HER2വിനെ ടാർഗറ്റ് ചെയ്യുന്ന മരുന്നുകൾ തീർച്ചയായും ഉപയോഗിച്ചേ മതിയാവും. ഇവിടെയൊക്കെ പലർക്കും സംശയം തോന്നുന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെയൊക്കെ ചികിത്സയ്ക്ക് ഇത്രയും പൈസയാകുമോ എന്നുള്ള കാര്യം. അവിടെയൊക്കെ രേണു പറഞ്ഞിരിക്കുന്നത് എൻ്റെ ചികിത്സ കഴിഞ്ഞ് ഏകദേശം മെഡിസിന് മാത്രമായിട്ട് 2 ലക്ഷത്തോളം രൂപ ചിലവാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയൊക്കെ അത് കള്ളമാണ് എന്ന് പറയുന്ന കുറേ പേരുണ്ട്. പക്ഷേ രേണു ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ 2 ലക്ഷത്തിൽ കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇന്ത്യയിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 2,10,000 രൂപ മുതൽ 2,50,000 രൂപ വരെയാണ് അതിൻ്റെ വില. അങ്ങനെയുള്ളപ്പോൾ 5,000 രൂപയാകത്തുള്ളൂ ഇല്ലെങ്കിൽ 50,000 രൂപയാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നവരോട് അവർക്കുള്ള ബ്രസ്റ്റ് ക്യാൻസർ അല്ല രേണുവിനുള്ളത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അവിടെയൊക്കെ അവരെ ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല. അവർ പറഞ്ഞത് അവരുടേതായ അവസ്ഥയാണ്, പക്ഷേ രേണു പറഞ്ഞത് രേണുവിൻ്റേതായ അവസ്ഥയാണ്. അത് ചിലപ്പം രേണുവിനോട് ദേഷ്യമുള്ളവർക്ക് രേണു നമ്മളെ പറ്റിക്കുന്നതായിട്ട് തോന്നാം. പക്ഷേ രേണു പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ് ഇതിൻ്റെ വില എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനെക്കുറിച്ചും രേണുവിൻ്റെ ചേച്ചി പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. പിന്നെ രേണുവിന്
കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2,00,000 സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2,00,000 സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ ഇത് വെറും ഫ്രീ ആയിട്ട് ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്ക് ആ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാനത് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇവിടെയൊക്കെ ഞാൻ ക്യാൻസർ വന്നതിന് ശേഷം രേണുവിനെ അധികം വിമർശിക്കാറില്ല. പക്ഷേ കിച്ചുവിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ രേണുവിനെ നല്ല രീതിയിൽ വിമർശിക്കാറുണ്ട്. എന്ന് കരുതി രേണുവിന് അസുഖമില്ലെന്നോ രേണുവിന് ഇത്രയും പൈസ ആകത്തില്ല എന്നൊന്നും പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയത്തില്ല. കാരണം രേണുവിൻ്റെ ചേച്ചി പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ഈ മെഡിസിന് തന്നെ ഏകദേശം 2,50,000 രൂപ വരെ ആവും. ഇന്ത്യയിൽ ഫെസ്കോ എന്ന് പറയുന്ന മെഡിസിൻ്റെ റേറ്റ് കാണിക്കുന്നത് തന്നെ അത്രയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏകദേശം 2,50,000 രൂപ വരെയൊക്കെ ആവുന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ HER2 പോസിറ്റീവായുള്ള രേണു സുധിയെ സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ അനുഭവിച്ച് അതിൽ നിന്ന് ഓവർകം ചെയ്തു വന്നവർ ഇത്രയും തുകയാവത്തില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ ക്യാൻസർ എന്ന് പറയുന്നത് വ്യത്യസ്തമായുള്ള ക്യാൻസർ ആയതുകൊണ്ട് മാത്രമാണ് അത്രയും ചിലവ് കുറഞ്ഞ മെഡിസിൻ ഉപയോഗിക്കേണ്ടി വന്നത്. പക്ഷേ രേണുവിൻ്റെ സ്ഥിതി അത്ര നോർമൽ അല്ല. ഒരു കാര്യം പറയാമല്ലോ, എല്ലാവരും പറയുന്നതിൻ്റെ തൊട്ട് സാധാരണ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അല്ല രേണുവിനുള്ളത്. അത് ഈ മെഡിസിൻ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന്. അവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു വോയിസ് ഇപ്പോൾ കറങ്ങി നടക്കുന്നുണ്ട്, ഇത്രയും രൂപ ചിലവാകത്തില്ല എന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ശിവയുടെ ചാനലാണെന്ന് തോന്നുന്നു അവർ ഓഡിയോ വന്നത്. അതൊരിക്കലും തെറ്റായുള്ള ഒരു ഇൻഫോർമേഷൻ അല്ല, അത് അവരുടെ കാര്യം മാത്രമാണ്. അത് HER2 പോസിറ്റീവായ ഒരു വ്യക്തിയുടെ ചികിത്സയോ ഇല്ലെങ്കിൽ മെഡിസിൻ്റെ ചിലവുകളോ അല്ല എന്ന് കരുതി അവർ കള്ളം പറയുകയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ആയിരിക്കാം രേണുവിൻ്റെ ചേച്ചിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പലർക്കും രേണുവിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് മനസ്സിലാവുകയാണ് ഉണ്ടായത്. എന്തായാലും ആ ഒരു ഓഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചേക്കാം. ബ്രോ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും എനിക്ക് സർജറി പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ പോലും എനിക്ക് ഒരു കീമോക്ക് 50,000 രൂപയാണ് പറഞ്ഞത്. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങിയത്. പിന്നെ 5 ലക്ഷം 10 ലക്ഷമൊന്നും കീമോക്ക് ആവത്തില്ല. ഞാൻ വേണമെങ്കിൽ എന്റെ കീമോ മരുന്നിന്റെ ബില്ല് ഞാൻ ബ്രോക്ക് ഇട്ടുതരാം. ബ്രോ പറഞ്ഞാൽ കീമോ ചെയ്യാൻ വേണ്ടി മേടിച്ച മെഡിസിന്റെ ബില്ലുകൾ ഞാൻ ഇട്ടുതരാം. അത്രയും രൂപയൊന്നും ആവത്തില്ല മെഡിക്കൽ കോളേജിൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൈസ ആവത്തില്ല, കീമോക്ക് ഇത്രയും പൈസ ആവത്തില്ല. ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് ആയതിന്റെ അത്ര പോലും ആവത്തില്ല ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ. പോരാത്തതിന് എനിക്ക് ചികിത്സാ കാർഡ് ഒന്നും ഇല്ലായിരുന്നു, ഇൻഷുറൻസ് കാർഡൊന്നും എനിക്ക് ഇല്ലായിരുന്നു. പിന്നെ രേണുവിനാണെങ്കിൽ യെല്ലോ റേഷൻ കാർഡ് യെല്ലോ ആണെന്നും പറയുന്നത്. അവർക്കൊക്കെ എല്ലാം ഫ്രീ ആണ് അവിടെ. ഞാൻ ഓരോരുത്തരടുത്തും ഓരോ കാര്യങ്ങൾ ചോദിക്കും. കാരണം എനിക്ക് ടെൻഷനാണ്. ഞാനും ഒരു നിവർത്തിയില്ലാത്ത കുടുംബമാണ്. ഒരു നിവർത്തിയില്ല ഞങ്ങൾക്കും. ഞങ്ങൾ വാടക വീട്ടിലാണ് 9 വർഷം കൊണ്ട് താമസിക്കുന്നത്. 2 പെൺകുട്ടികളാണ്. ഹസ്ബൻഡിനാണെങ്കിൽ മീൻ കച്ചവടമാണ്. അത് മിക്കുള്ള ദിവസവും നഷ്ടത്തിലുമായിരിക്കും. എനിക്കും കൂടി വയ്യാതായതിനു ശേഷം ഹസ്ബൻഡിന് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. കീമോ ചെയ്ത് എന്റെ കൈ കാല് ഒക്കെ പഴുത്തു. അതായത് കീമോയുടെ മരുന്ന് ലീക്കായി അതൊക്കെ പഴുത്തു. അതൊന്നും നടക്കാനൊന്നും പറ്റാതായപ്പോൾ ഹസ്ബൻഡിന് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. പിന്നെ ഒരു റേഡിയേഷന് മെഡിക്കൽ കോളേജിൽ 5,000 രൂപയാണ് പറഞ്ഞത്. ഒരു റേഡിയേഷന് 5,000 രൂപ. എനിക്ക് ചികിത്സാ കാർഡില്ലാത്തത് കൊണ്ട് 75,000 രൂപ ആവും. 75,000 രൂപ എനിക്ക് പിന്നെ ചികിത്സാ കാർഡ് ഇല്ലാത്തതുകൊണ്ട് 15 റേഡിയേഷന് ഞാൻ അടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ എനിക്ക് വേണ്ടി പിന്നെ ചെറിയൊരു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി ഞങ്ങൾ റെഡിയാക്കണം. അത് ഞങ്ങൾ ഇതുപോലെ ആരുടെയും മുമ്പിൽ കൈനീട്ടിയല്ല ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ഒന്നിയിൽ പലിശയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ ഡെയിലി അടച്ചു പോകുന്ന രീതിക്ക്. അതായത് 50,000 രൂപ എടുത്താൽ ഡെയിലി 1,000 രൂപ അടച്ചു പോകുന്ന രീതിക്ക് ആരെങ്കിലും റോളായിട്ട് എടുക്കണം. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോകണം. ഞങ്ങൾ ആരുടെ മുമ്പിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞു വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ പറഞ്ഞാൽ എനിക്ക് സഹായങ്ങൾ കിട്ടും. എന്തിനാണ് അങ്ങനെ സഹായം മേടിക്കുന്നത്? അവരും അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ്. അതിൽ ചെന്ന് നമ്മളും കൂടെ പിടുങ്ങേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും കൊള്ളാം. ഇത്രയും രൂപയൊന്നും അവിടെ ആവത്തില്ല. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എന്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ ഓരോ മരുന്നിനും വാങ്ങിയ ബില്ല് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ട് തരാം. ഇതിൽ ഞാൻ ഇട്ടിരുന്ന 21 ഐറ്റം മരുന്നാണ് നമുക്ക് ഒരു ബോട്ടിൽ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ 3 ബോട്ടിൽ മരുന്ന് ഉണ്ടാവും. അതിൽ റെഡ് കളർ ഒരു മെഡിസിൻ ഉണ്ട്, കീമോടെ മരുന്ന് റെഡ് കളർ. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതാണ് നമ്മുടെ ബോഡിയെ ഫുള്ള് നമ്മളെ അങ്ങ് കിടത്തിക്കളയുന്ന ഒരു സാധനമാണ് ഈ റെഡ് കളറിൽ. അതിലാണ് 21 ഐറ്റം മരുന്ന് മിക്സ് ചെയ്താണ്. ഈ മരുന്നുകൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോലും എത്ര ടൈം എടുക്കുമെന്ന് അറിയാമോ? 1 മണിക്കൂറിന് പുറത്താണ് നമുക്ക് ഈ മരുന്നുകളെല്ലാം മിക്സ് ചെയ്ത് എടുക്കുന്ന സമയം. ഈ മരുന്നെല്ലാം കൂടി ഈ മെഡിസിൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കേണ്ട സമയം 1 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് അതിൽ 3-4 ഐറ്റം. അതായത് അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പുറത്തുനിന്ന് വാങ്ങണ്ട. അവിടെ ഇല്ലാത്ത മെഡിസിൻ ആണെങ്കിൽ അവർ പിന്നെ പറയും ഇന്ന മെഡിസിൻ ഇവിടെ ഇല്ല, അത് പുറത്തുനിന്ന് വാങ്ങണമെന്ന്. എനിക്ക് ഫസ്റ്റ് കീമോക്ക് പുറത്തുനിന്ന് 500 രൂപയുടെ മരുന്നേ വാങ്ങിയുള്ളൂ. ഏതോ 1 ഐറ്റോ 2 ഐറ്റോ മരുന്നേ മെഡിക്കൽ കോളേജിനകത്ത് ഇല്ലാതെ ഉള്ളായിരുന്നു. അത് 500 രൂപയായി 2 ഐറ്റം മരുന്ന് വാങ്ങിയപ്പോഴത്തേക്ക്. പിന്നെ രണ്ടാമത് പോയപ്പോഴത്തേക്കും രണ്ടാമത്തെ കീമോക്കും 500 രൂപ എനിക്ക് കീമോയുടെ മെഡിസിൻ ആയിട്ട് വാങ്ങിക്കേണ്ടി വന്നോളൂ. 500 രൂപയുടെ മരുന്ന്. ബാക്കിയെല്ലാം മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്കും
4000 രൂപയായി എനിക്ക് കീമോക്ക് പുറത്തുനിന്ന് എടുക്കേണ്ട മരുന്ന് 4000 രൂപയുടെ മരുന്ന് എടുക്കണമായിരുന്നു. ബാക്കിയെല്ലാം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ 4000 രൂപയുടെ മരുന്ന് എടുത്താൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് 4ാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്കും 2800 രൂപയുടെ മരുന്ന് പുറത്തുനിന്ന് എടുക്കണമായിരുന്നു. ഹോസ്പിറ്റലിൽ ബാക്കി എല്ലാ മരുന്നും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. 5ാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്കും 1800 രൂപയുടെ മരുന്ന് എടുക്കണമായിരുന്നു. അത് പിന്നെ മെഡിസിൻ മാത്രമല്ല, ഈ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള ക്യാനുല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാം കൂടെ മെഡിസിനും മരുന്നും കൂടി 1800. ബാക്കിയെല്ലാം ഹോസ്പിറ്റലിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാം ഫ്രീ ആണ്. പിന്നെ അകത്തില്ലാത്തത് മാത്രം 1-2 ഐറ്റം ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. 8000 രൂപയുടെ മരുന്നൊന്നും എനിക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോപ്സിക്ക് അകത്ത് ചെയ്യുന്നതിന് നമുക്ക് പിന്നെ പൈസ ആകത്തില്ല. പുറത്ത് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ടെസ്റ്റ് അനുസരിച്ച് പൈസ ആവും. അതുപോലെ അകത്ത് ചെയ്യുന്ന സ്കാനിങ്, മെഡിക്കൽ കോളേജിന് അകത്ത് ചെയ്യുന്ന സ്കാനിങ്ങിന് എനിക്ക് CT സ്കാനിങ്ങിന് 5000 രൂപ, പെറ്റ് സ്കാനിങ്ങിന് 5500 രൂപ. ഈ 2 സ്കാനിങ് ആണ് എനിക്ക് ടോട്ടൽ കഴിഞ്ഞത്. പിന്നെയുള്ള ബാക്കിയുള്ള ഈ അസുഖം പിന്നെ ഇതാണ് എന്ന് ഉറപ്പിക്കാനുള്ള സ്കാനിങ് എനിക്ക് പുറത്തുനിന്നായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ സിറ്റിയിൽ തന്നെ ഡോക്ടർ റൂമിൽ പ്രൈവറ്റ് ആയിട്ടാണ് പോയി കണ്ടത്. അപ്പം ഡോക്ടർ അവിടെ നിന്ന് തന്നെ എനിക്ക് എന്താണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി 1-2 ടെസ്റ്റ് ഒക്കെ എഴുതി തന്ന, സ്കാനിങ്ങിനും ബയോപ്സിക്കും ഒക്കെ എഴുതി തന്നപ്പോൾ ഞാൻ അത് പുറത്തുനിന്നാണ് ചെയ്തത്. അപ്പൊ അന്ന് എനിക്ക് ഒരു ബയോപ്സിക്ക് 5000 രൂപയായി, സ്കാനിങ്ങിന് 1200 രൂപയായി. പുറത്ത് ചെയ്യുന്നെങ്കിൽ പൈസ ആവും. പക്ഷെ മെഡിസിന്, കീമോയുടെ മെഡിസിന് പൈസ മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 8000 രൂപയുടെ മരുന്ന് പോലും വാങ്ങണ്ട. RCCയിലും അതുപോലെ തന്നെ, തിരുവനന്തപുരത്ത് RCCയിലും അങ്ങനെ തന്നെ. എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ആയതെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് കാർഡും എനിക്കില്ല. റേഷൻ കാർഡിന്റെ ഇതിലാവട്ടെ അല്ലാതെ ആവട്ടെ. പിന്നെ എനിക്ക് റേഷൻ കാർഡ് ഇല്ല. റേഷൻ കാർഡൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ അവിടെയാണ്. അതുകൊണ്ട് എനിക്ക് റേഷൻ കാർഡ് തന്നെ ഇല്ലായിരുന്നു. ഉള്ള റേഷൻ കാർഡാണെങ്കിൽ APLലും കൂടെയാണ്. എന്നിട്ട് പോലും എനിക്ക് ഇത്ര പൈസയേ ആയിട്ടുള്ളൂ. പിന്നെ എനിക്ക് പ്രൈവറ്റിൽ ഞാൻ സർജറിക്ക് പോയപ്പോൾ ആ ബില്ലുകളും ഞാൻ ഇട്ടുതരാം. എനിക്ക് അവിടെ എത്ര രൂപ ചെലവായി ടോട്ടൽ. എനിക്ക് സർജറിയും ഈ 10 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. 10 ദിവസം ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അപ്പൊ ഈ സർജറിക്കും പെഞ്ഞാറമൂട് ഗോകുലം ഹോസ്പിറ്റലായിരുന്നു എന്റെ സർജറി. ഈ 10 ദിവസത്തെ മെഡിസിനും എല്ലാം കൂടി എനിക്ക് 1,20,000 രൂപ അവിടെ പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 1,20,000 രൂപ പേയ്മെന്റ് ചെയ്തു. ഞങ്ങൾ 10 ദിവസം കിടന്ന് ഡിസ്ചാർജ് ആയി ഇറങ്ങിയപ്പോൾ 14,000 സംതിങ് രൂപ തിരിച്ചു തരികയും ചെയ്തു. കാരണം മെഡിസിൻ ഒക്കെ ബാലൻസ് ഉള്ളത് അവരെടുത്തിട്ട്. പിന്നെ എനിക്ക് മെഡിക്കൽ കോളേജിൽ കൂടുതൽ പൈസ ആയതെന്ന് പറഞ്ഞാൽ, എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം പിന്നെ മെഡിക്കൽ കോളേജ് പത്തോളജിയിൽ കൊടുത്തിരുന്നത്, അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും മെഡിക്കൽ കോളേജ് പത്തോളജിയിൽ നിന്ന് ഈ സ്ലൈഡ് വാങ്ങി പുറത്ത് ലാബിൽ കൊടുത്ത് ഈ ER അങ്ങനെയൊക്കെയുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റും കൂടെ ചെയ്താലേ നമുക്ക് ട്രീറ്റ്മെന്റ് എന്തൊക്കെ വേണമെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ ട്രീറ്റ്മെന്റിന് മാത്രം, ആ ടെസ്റ്റിന് മാത്രം, ആ ഒരു പുറത്ത് ചെയ്ത് ഈ സ്ലൈഡ് പുറത്ത് കൊടുത്ത് ചെയ്യുന്ന ടെസ്റ്റിന് മാത്രം എനിക്ക്, അതിന് മാത്രം മെഡിക്കൽ കോളേജിൽ എത്ര റേറ്റ് കൂടി 14,000 സംതിങ് രൂപ അതിനായി. അല്ലാതെ എനിക്ക് മെഡിക്കൽ കോളേജിൽ വേറെ ഒരു പ്രശ്നവും ഒരുപാട് പൈസ ഒന്നും നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിക്കുള്ള എമൗണ്ട് ഒന്നും മെഡിക്കൽ കോളേജിൽ എനിക്ക് ആയിട്ടില്ല. ബ്രസ്റ്റിന്റെ ഭാഗത്തായിട്ട് എനിക്കൊരു തടുപ്പ് ഉണ്ടായിരുന്നു 1 വർഷം മുന്നേ. ഞാൻ വലിയ മൈൻഡ് വേദനയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വലിയ മൈൻഡ് ഒന്നും കൊടുത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പേടിയായിരുന്നു. ഈ ടെസ്റ്റുകൾ ചെയ്തവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ബയോപ്സിക്ക് ഇങ്ങനെ നമ്മുടെ ബയോപ്സിക്ക് വേണ്ടി എടുക്കുന്നത് ഭയങ്കര വേദനയാണ്, ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റില്ല, നമ്മൾ തളർന്നു പോകും. അതൊക്കെ ഓരോരുത്തരുടെ എന്റെ ഫാമിലിയിൽ 1-2 പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൽ പറയാനുള്ള സിറ്റുവേഷനും ഒന്നും അല്ലായിരുന്നു. കാരണം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ പിറകെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ മെയിൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വേദന വന്നു. പിന്നെ ഈ വേദന വന്നപ്പോൾ തന്നെ ബാക്കിയുള്ള അത്രയും ഒരു ബ്രസ്റ്റിൽ, വലത് സൈഡിൽ ഒരു ബ്രസ്റ്റിൽ ഫുൾ അവിടെ ആയിട്ട് കുഞ്ഞു തടുപ്പുകൾ പെട്ടെന്ന് വന്നു. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് തടുപ്പുകൾ വന്നു തുടങ്ങി. വേദന സഹിക്കാൻ പറ്റാതായി എനിക്ക്. സഹിക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് പോലും ഇടാൻ പറ്റൂലായിരുന്നു. അത്തരത്തിലുള്ള വേദനയായിരുന്നു എനിക്ക്. എന്നിട്ട് 3 ദിവസം ഞാൻ കുറയും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കൊണ്ട് നടന്നിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് നെഞ്ചിൽ ഇങ്ങനെ ഒരു തടുപ്പുണ്ട്, എനിക്ക് നല്ല വേദനയുണ്ട്, പിന്നെ എന്ന് പറഞ്ഞു ഇനി ഇത് വെച്ചോണ്ടിരുന്നാൽ നിനക്ക് പണിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ട് കാണിച്ച് ഡോക്ടർ തൊട്ട് നോക്കിയോണ്ടേ പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞില്ല, ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു. എന്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇത്രയും നാളും കൊണ്ട് കാണിക്കാതെ വെച്ചിരുന്ന, ഡോക്ടറെ കാണിക്കാതെ വെച്ചിരുന്ന എന്തു എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ പുറത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെ ഇത്തിരി പ്രശ്നമുള്ള ട്യൂമറാണ്, ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഒന്ന് സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ സർജനെ കൊണ്ടുപോയി കാണിച്ചു. അവിടുന്ന് നേരെ ഒരു സർജനെ കാണിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു, ഇത് ഇച്ചിരി എന്റെ അടുത്തല്ല ഈ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇച്ചിരി പ്രശ്നമുള്ള ട്യൂമറാണ്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടെൻഷനൊന്നും, ഇതിപ്പോ 100 പേരുണ്ടെങ്കിൽ ഒരു 80% ആൾക്കാർക്കും ഇപ്പൊ ഈ അസുഖമാണ്. പിന്നെ ബ്രോ ആരെടുത്ത് വേണമെന്ന് അന്വേഷിച്ച് നോക്കിയോ, മെഡിക്കൽ കോളേജിൽ കീമോക്ക് എത്ര രൂപ ആവും എന്ന് അന്വേഷിച്ച് നോക്കും. അപ്പൊ അറിയാലോ, ഞാൻ കള്ളം പറയുന്നല്ല, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല.
എനിക്കും വേണമെങ്കിൽ ഇതുപോലെ ഇത്ര രൂപ ആവും, എനിക്ക് ഒരു നിവർത്തിയില്ല എന്ന് പറഞ്ഞ് എനിക്കും വാങ്ങാം അങ്ങനെ. പക്ഷെ നമ്മൾ അതിന്റെ ആവശ്യമില്ലല്ലോ, അത്രയും രൂപയൊന്നും നമുക്ക് ആവുന്നില്ല. എന്തിനാണ് നമ്മൾ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നതിന് നമ്മുടെ അസുഖത്തിന്റെ പേരും പറഞ്ഞ് പിടിച്ചു വെച്ചിട്ട് മറ്റുള്ള നമ്മുടെ ആവശ്യങ്ങൾ നേടേണ്ട കാര്യമുണ്ടോ? നമ്മൾ വീട്ടിലെ ആർഭാട ജീവിതവും നമുക്ക് ഡ്രസ്സും ചെരുപ്പും മേക്കപ്പും ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ പണം കൊണ്ട് വാങ്ങിയിട്ടിട്ട് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഞങ്ങൾ ആരുടെ അങ്ങോട്ട് സഹായം പോയി ചോദിച്ചിട്ടില്ല. ഞങ്ങൾ അവസ്ഥ അറിഞ്ഞ് എന്റെ വീട്ടില് എനിക്ക് സഹായങ്ങൾ കൊണ്ടുവന്ന് ഞാൻ എന്റെ സർജറിയും എല്ലാം ഞാൻ 1 രൂപ പോലും നമ്മുടെ കയ്യിലില്ലായിരുന്നു. സർജറി ഒക്കെ ഞങ്ങൾ, കാരണം എന്റെ ഹസ്ബൻഡ് നല്ല ഒരു വണ്ടി എടുത്ത് നല്ല കടത്തിൽ നിന്ന സമയത്താണ് ഹസ്ബൻഡ് എന്റെ ഇടയ്ക്ക് സൂയിസൈഡ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കടങ്ങൾ ഇങ്ങനെ കുറേശ്ശെ തീർത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അസുഖം അറിയുന്നത്. റേഡിയേഷന് എനിക്ക് പിന്നെ 15 റേഡിയേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 75,000 രൂപ ആവും എന്ന് പറയുന്നു. ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ പൈസ 1 രൂപ പോലും ആവത്തില്ല. ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ എനിക്കതില്ല. എനിക്ക് ഇൻഷുറൻസ് കാർഡ് ഇല്ല. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് എടുക്കാമായിരുന്നു, പക്ഷേ ആ ഇൻഷുറൻസ് കാർഡ് ഉള്ള ആള് ജീവിച്ചിരിക്കില്ല. അവരുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി ഇൻഷുറൻസ് കാർഡ് എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് എനിക്ക് ഇൻഷുറൻസ് കാർഡ് എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ വെഞ്ഞാറമൂട് ഗോകുലത്തിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ എനിക്ക് പൈസ ആവൂലായിരുന്നു. വെഞ്ഞാറമൂട് ഗോകുലത്തിൽ എനിക്ക് ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ 1 രൂപ പോലും വാങ്ങാതെ പിന്നെ മെഡിസിന് മാത്രം പൈസ എടുത്ത് സർജറിക്ക് 1,20,000 രൂപ അടയ്ക്കാതെ തന്നെ എനിക്ക് സർജറി ചെയ്യാമായിരുന്നു. അവിടെ ജനറൽ സർജൻ ആയതുകൊണ്ട് പിന്നെ എന്നെ ഓങ്കോളജി സർജൻ അല്ല എന്റെ സർജറി ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ജനറൽ സർജനെ കാണിച്ചിട്ടാണ്. ജനറൽ സർജനാണ് അവിടെ പിന്നെ ഈ ഹെൽത്ത് കാർഡ് എടുക്കും, ഇൻഷുറൻസ് കാർഡ് എടുക്കും. അപ്പൊ അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പൈസ ആവൂലായിരുന്നു പ്രൈവറ്റിൽ. എനിക്കത് ഇല്ലാത്തത് കൊണ്ടാണ് 1,20,000 രൂപ അടച്ച് എനിക്ക് സർജറി ചെയ്യേണ്ടി വന്നത്. ഇവരിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ ഇനി ഒരു നിവൃത്തി ഇല്ലാത്തവർക്ക് ഈ അസുഖമാണെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും അവര് സ്വയം പോയി ആത്മഹത്യ ചെയ്യും. കാരണം അവരുടെ കയ്യിൽ ഇങ്ങനെ അഭിമാനമുള്ളവരെ കൊണ്ടല്ലോ പോയി ഇരന്ന് വാങ്ങിക്കാൻ മനസ്സ് ഇല്ലാത്തവരൊക്കെ കാണുമല്ലോ, അഭിമാനം വിറ്റ് ഒന്നിനും നിൽക്കാത്ത ആൾക്കാരൊക്കെ കാണുമല്ലോ. അങ്ങനെ ഉള്ളവരൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലൊക്കെ അവർക്കൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഈ അസുഖമാണെന്ന് എങ്ങനെയെങ്കിലും അറിയുമ്പോഴത്തേക്ക് ഡോക്ടർ പറയുമ്പോഴത്തേക്ക് അവർ തകർന്നു പോലെ അവർ പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ രേഷ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞുണ്ടാക്കുന്നത്. കാരണം ഇത്രയും ഭീമമായ തുക ഞങ്ങൾ എവിടെ പൂരിപ്പിക്കുമ്പോൾ ഇത്ര പേരെ വാങ്ങിച്ചാൽ ജീവിതം മുമ്പോട്ട് പോകും, ചികിത്സ മുമ്പോട്ട് പോകും, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത വരുന്നത് നമ്മുടെ മനസ്സിൽ ഈ അസുഖം എന്ന് അറിയുമ്പോൾ. പക്ഷെ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല. കിംസിൽ പോലും പിന്നെ ഇതിന്റെ സർജറി ചെയ്യുന്നതിന് 5 ലക്ഷം 6 ലക്ഷം രൂപയും കണ്ടേ ഉള്ളൂ. പിന്നെ ഈ ക്യാൻസറിന്റെ, അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തേ പറ്റൂ. ക്യാൻസർ അത് ഫസ്റ്റ് സ്റ്റേജ് ആയിക്കോട്ടെ സെക്കൻഡ് സ്റ്റേജ് ആയിക്കോട്ടെ, ബ്രസ്റ്റ് റിമൂവ് ചെയ്തേ പറ്റൂ. കാരണം ബ്രസ്റ്റ് റിമൂവ് ചെയ്യാതിരുന്നാൽ ആ അസുഖം വീണ്ടും വരും. കാരണം എന്റെ പരിചയത്തില് എന്റെ ഉമ്മച്ചിയുടെ കൂട്ടുകാരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അതിപ്പം അവർക്ക് വന്നിട്ട് 16-17 വർഷമായി അവർക്ക് അസുഖം വന്ന് ആദ്യം അവര് ഈ വന്ന ട്യൂമർ മാത്രം എടുത്തു കളഞ്ഞു. എന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. രണ്ടാമത് അവർക്ക് വീണ്ടും വന്നപ്പോഴത്തേക്ക് ഫുള്ള് ബ്രസ്റ്റ് ആ ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞു. റിമൂവ് അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. എനിക്ക് ഫസ്റ്റ് ബ്രസ്റ്റിൽ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്റെ അടുത്ത് ചോദിച്ചത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതിൽ ഇയാൾക്ക് ടെൻഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ മനസ്സോടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അതല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ നമുക്കിത് ബ്രസ്റ്റിൽ ഈ ട്യൂമർ വരുമ്പോൾ തന്നെ നമ്മുടെ ബ്രസ്റ്റ് ആ ഒരു ബ്രസ്റ്റ് ഫുൾ അങ്ങ് അതിന്റെ വേര് പോയി കഴിഞ്ഞു. ക്യാൻസറിന്റെ വേര് പോയി കഴിഞ്ഞു. ഞരമ്പിലൊക്കെ പിന്നെ ക്യാൻസറിന്റെ കോശങ്ങളായി കഴിഞ്ഞു. അപ്പൊ നമുക്കത് പൂർണ്ണമായിട്ടും ബ്രസ്റ്റ് എടുത്ത് മാറ്റിയാൽ മാത്രമേ പിന്നീട് അത് വരാതിരിക്കുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ ബ്രോയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് കീമോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കീമോ കഴിയുമ്പോഴും ഇച്ചിരി മറതിയൊക്കെ സംഭവിക്കാം. ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോകും. ചിലപ്പോൾ പറഞ്ഞത് തന്നെ പിന്നെയും പറയും. രേഷ്മ കീമോ കുട്ടാ, നീ എത്രയും വേഗം എന്റെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഇനി കൂട്ടുകൂടൂല എന്നൊക്കെ പറയുന്നു. സത്യം പറയട്ടെ ബ്രോ, ഈ കീമോ എടുത്ത് അത് അനുഭവിച്ചവരാരും അത് ഒരു കീമോ മാത്രം ആയിക്കൊള്ളട്ടെ, ഒരു കീമോ ആയാലും ശരി തന്നെ, അത് എടുത്ത് അതിന്റെ വേദനയും അതിന്റെ എല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയും കീമോ കുട്ടാന്നും അങ്ങനെയൊന്നും വിളിക്കത്തില്ല. കീമോ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് വെറുപ്പാണ് തോന്നുന്നത്. വെറുപ്പ് തോന്നും. കാരണം നമ്മൾ അത്രത്തോളം നമ്മളെ നശിപ്പിക്കും. നമ്മുടെ രൂപം, എല്ലാം, നമ്മുടെ രൂപമൊക്കെ നമ്മളാണെന്ന് പറയത്തേ ഇല്ല. സത്യം. ഞാൻ ചെറിയ റീലൊക്കെ ചെയ്യുന്ന ആളാണ്. എന്റെ ഈ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാം. എന്റെ ഇപ്പോഴത്തെ ഞാൻ ഒരു വീഡിയോ പോലും, എനിക്ക് ഈ അസുഖം ആയതിനു ശേഷം ഒരു വീഡിയോ പോലും ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ രൂപം കാണാൻ വെറുപ്പ് തോന്നും. അത്ര ആ ഒരു തരത്തിലാവും നമ്മൾ. മുടിയും പോയി, പുരികം പോയി, കൺപീലി പോയി, ഇതെല്ലാം കൂടി കൊണ്ട് നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ അങ്ങ് മാറും. കീമോ എടുക്കുന്ന അത് ബ്രോയ്ക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് പോലും മാറിപ്പോകും. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്ത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് അങ്ങനെയാണ്. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ തോന്നത്തില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ കീമോ കഴിഞ്ഞ് 2 ദിവസം ആകുമ്പോഴത്തേക്കും ചുണ്ടൊക്കെ ചുണ്ട് ഫുള്ള് പൊട്ടും എന്ന് പറഞ്ഞാൽ തൊലി ഇങ്ങനെ ചുണ്ടിലെ തൊലി ഫുള്ള് പോകും.
ചുണ്ടിലെ തൊലി ഫുള്ള് പോകും, പിന്നെ ബാക്കിയകം ഫുള്ള് തൊലി മൊത്തം ഇളകും. അത് ഡോക്ടർ നമ്മൾക്ക് കീമോ എടുക്കുന്നതിന്റെ അന്ന് കീമോക്ക് നമ്മൾ കയറുന്നതിന് മുന്നേ ഡോക്ടർ എല്ലാം പറയും ബാക്കിയകത്തെ തൊലി എല്ലാം പോകും, എരിവ് പുളി അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു ദിവസം ഒരു 4-5 തവണയെങ്കിലും ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് വാ കഴുകണമെന്ന് പറഞ്ഞ് തന്നെയാണ് വിടുന്നത്. നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, തൊണ്ട അതുപോലെ നമ്മൾ ഒരു ഇച്ചിരി എരിവുള്ള ഒരു ഫുഡ് കഴിച്ചാൽ പോലും നമ്മളെ ശ്വാസനാളം പോലും എരിഞ്ഞ് നീർ പൊടി അങ്ങനത്തെ നീറ്റലും അതൊക്കെയാണ്. പിന്നെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ കീമോ ഒന്ന് ചെയ്താൽ തന്നെയും ഒരാഴ്ചക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2 ചുവടൊക്കെ നമുക്ക് നടക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ 2 ചുവടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഒരാളെ സഹായം, നമ്മൾ ഒരാളെ പിടിക്കാതെ നമുക്ക് നടക്കത്തില്ല, ശ്വാസം മുട്ട് വരും. പിന്നെ ഇന്നത്തേതാണോ വീഡിയോയിൽ രേഷ്മ ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കീമോ എടുക്കുന്നതിന് മുന്നേ ഡോക്ടർ പറയും കഴിവിന്റെ പരമാവധി ഫാസ്റ്റ് ഫുഡ് കഴിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവും. കീമോ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പം ഹോട്ടലിലെ ഫുഡൊക്കെ വൃത്തിയില്ലാതെയാണല്ലോ പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് ഹോട്ടൽ ഫുഡ് കഴിക്കരുത്. പിന്നെ മധുരപാനീയങ്ങൾ, അതായത് പിന്നെ ഫ്രൂട്ടി, പെപ്സി, കൊക്കോകോള അങ്ങനെയുള്ള ബോട്ടിൽ വെള്ളങ്ങളൊന്നും കുടിക്കരുത്. വീട്ടിലെ ഫുഡ് മാത്രം കഴിക്കണം. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, അതായത് നൈസ് ആയിട്ടുള്ള ഫുഡ് അത് കഴിക്കണം. പിന്നെ എനിക്കൊക്കെ പിന്നെ ഒരു 2 ആഴ്ച വരെ കഞ്ഞി എന്ന് പറയുമ്പോൾ അത് കട്ടിയായിട്ടുള്ള കഞ്ഞിയും കുടിക്കത്തില്ല, നൈസായിട്ട് വെള്ളം ഒത്തിരി ചേർത്ത കഞ്ഞി അതും കുടിക്കത്തില്ല. കുടിച്ചാൽ ഉടൻ ഛർദ്ദിക്കും. അങ്ങനെയൊക്കെ കഴിക്കാവും. കാരണം ഛർദ്ദിലുള്ളത് കൊണ്ട് നമുക്ക് ഹെവി ഫുഡ് പറ്റൂല. അത് മാത്രമല്ല ഹെവി ഫുഡൊന്നും കഴിക്കത്തില്ല, തൊണ്ടയിൽ ഇങ്ങോട്ട് ഇറങ്ങത്തില്ല. ഭയങ്കര വേദനയാണ് നമുക്ക്, ഉള്ളു പോലും വേദനയാണ് നമുക്ക്. പിന്നെ വെള്ളം പോലും തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല, പിന്നെ വേദന കൊണ്ടിട്ട്. ശ്വാസം മുട്ട്, നടക്കാൻ പറ്റില്ല, ശ്വാസം മുട്ട്, കിടപ്പ്, പിന്നെ കാലിന്റെ മുട്ട്, കാലിന്റെ പാദം, കാലിന്റെ വിരൽ, ഇതൊക്കെ ഭയങ്കരമായ വേദനയൊക്കെയാണ്. രേഷ്മ ഇന്നലെ ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിച്ച് നല്ല ആക്റ്റീവായിട്ടിരുന്ന രേഷ്മ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ കണ്ടായിരുന്നു. മറ്റേ അൻഷ അതിനെ പറ്റി പറഞ്ഞത്, അൻഷ അത് കള്ളം പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അതിലൊക്കെ രേഷ്മ ഹോട്ടലിലാണ് ഇരിക്കുന്നത്. പിന്നെ ഷെഫീനത്താടെ വീഡിയോയും പറയുന്നതായിട്ട് അവരുടെ അയൽവാസികൾ പറഞ്ഞ് സിനിമ കാണാൻ പോകുന്നത്, തിയേറ്ററിൽ വെച്ച് ആരോ കണ്ടെന്ന്, പിന്നെ കറങ്ങാൻ പോകുന്നു, ഇതൊന്നും ചെയ്തുകൂടാ. ഡോക്ടർ പറയുന്നത് കീമോ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവുക, പുറത്ത് പോകരുത്, വീട്ടിൽ പിന്നെ വിസിറ്റേഴ്സിനെ അനുവദിക്കരുത്. വിസിറ്റേഴ്സിനെ ആരെങ്കിലും കാണാൻ വന്നാൽ മാസ്ക് വെച്ച് സംസാരിക്കാവൂ. നമ്മൾ, അതായത് പേഷ്യന്റ് ഫുൾ ടൈം വീട്ടിനകത്ത് മാസ്ക് വെക്കണം. ഇതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞു വിടുന്നത്. പക്ഷേ രേഷ്മയുടെ കാര്യത്തിൽ ഇതൊന്നും കാണുന്നില്ല. ഞാനത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ അസുഖമാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കാണുമോ, എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല പോലും നമ്മളോട് പിണങ്ങിയിരിക്കുന്നവരോട് പോയി ക്ഷമ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആരോടും ഒരു ശത്രുതയും തോന്നൂല ആ സമയത്ത്. അതിനുള്ള മനസ്സൊന്നും ഇല്ല. നമ്മൾ അത്രയും ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്, അത്രയും ക്ഷീണിച്ച് അവശയായി ഏത് നിമിഷവും ഞാൻ മരിച്ചു പോകും. കീമോ കഴിഞ്ഞ് വന്നാൽ നമ്മുടെ തോന്നൽ അങ്ങനെയൊക്കെയാണ്, എപ്പോൾ വേണമെങ്കിലും എനിക്ക് എന്ത് സംഭവിക്കാൻ, ഞാൻ മരിക്കാറായി, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ഷീണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്ത്, നമ്മുടെ ചുറ്റിനും നമുക്കുള്ള എല്ലാവരും, നമ്മുടെ അമ്മ ആയാലും സഹോദരങ്ങളായാലും മക്കളായാലും നമ്മുടെ ബന്ധുക്കളായാലും എപ്പോഴും നമ്മുടെ ചുറ്റിനും വേണം എന്നൊരു തോന്നലൊക്കെയാണ്. നമുക്ക് ആരോടും വൈരാഗ്യം തോന്നൂല, ആരോടും പക തോന്നൂല, ആരെക്കുറിച്ചും ഒരു കുശുമ്പും പറയൂല. ആ ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുന്നത്. നമുക്ക് അതിനുള്ള മനസ്സില്ല. നമ്മുടെ മനസ്സപ്പോഴൊരു കുഞ്ഞു പിള്ളേരുടെ, നിഷ്കളങ്കമായ ഒരു കുഞ്ഞു പിള്ളേരുടെ മനസ്സ് പോലെ നമുക്കാവും. കാരണം നമ്മൾ മരണത്തിന് മുഖാമുഖം കണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ചിന്ത അങ്ങനെയാണ്. ഇപ്പം ഒരുപാട് മാറിയ ട്രീറ്റ്മെന്റുകളുണ്ട്, എങ്കിലും ശരി തന്നെയാണ്. ക്യാൻസർ വന്ന് ഒരുപാട് പേര് മരിച്ചു പോയത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഞാൻ മരിക്കാറായി, ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് വരുന്നത്. ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് എങ്കിലും ഈ കീമോയുടെ സൈഡ് എഫക്റ്റ് നമ്മുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ മാത്രമേ കൊണ്ടുതരൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തും. കാരണം നമ്മൾ മരിക്കുമ്പോൾ പാവം പേര് പോകണ്ടല്ലോ. എന്തായാലും നമുക്ക് അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമ ചോദിക്കാനുള്ള ഒരു അവസരം ചിലപ്പം ദൈവം തന്നതായിരിക്കും. അതുകൊണ്ട് പിന്നെ നമുക്കെല്ലാം പശ്ചാത്തപിക്കാനുള്ള സമയം നമുക്ക് ദൈവം തന്നതായിരിക്കും എന്ന് നമ്മൾ അപ്പോഴും നമ്മുടെ മനസ്സിൽ അറിയാതെ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത വന്ന് നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ, നമ്മൾ അഥവാ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരുടെ ചോദിക്കും, ഞാൻ അറിഞ്ഞിട്ടോ അറിയാതെയോ എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എനിക്ക് ക്ഷമിച്ചു തരണേ, നിങ്ങൾ എന്നോട് പൊറുക്കണേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് നമ്മൾ പറയും. ഇതങ്ങനെയല്ല. ഇത് പിന്നെ ഈ അസുഖത്തിനെ കുറിച്ചല്ല രേഷ്മയ്ക്ക് ചിന്ത. രേഷ്മയ്ക്ക് അസുഖം വന്നതിൽ രേഷ്മയ്ക്ക് ഒരു പേടിയോ ഒരു ഭയമോ, അത് ട്രീറ്റ്മെന്റ് എടുത്താൽ എന്റെ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറുമോ, നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെയായിരുന്നു. ഞാൻ ട്രീറ്റ്മെന്റ് ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. കാരണം എന്റെ കൂടെ പിന്നെ കീമോക്ക് കിടക്കുന്ന മിക്കുള്ളവർക്കും ആദ്യം വന്ന് ട്രീറ്റ്മെന്റും കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞ് പിന്നെയും വന്നവരൊക്കെയാണ് ഏറ്റവും കൂടുതലും മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രായമുള്ളവർ. അപ്പോൾ നമുക്ക് ആ ചിന്തയാണ് വരുന്നത്, ദൈവമേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുമോ, അഥവാ മാറിയാൽ തന്നെയും പിന്നെയും വരുമോ, ഇതൊക്കെയാണ് നമ്മളെ ചിന്ത. നമുക്ക് എപ്പോഴും മേക്കപ്പ് ഇട്ട് നടക്കാനോ, പിന്നെ മോഡേൺ ഡ്രസ് ഇട്ട് നടക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ, മൊബൈൽ എടുത്ത് റീൽ ചെയ്യാനോ, വീഡിയോ ചെയ്യാനോ ഒന്നിനും നമുക്ക് തോന്നൂല. നമുക്ക് അപ്പൊ തോന്നുന്നത് എന്താണ്, നമ്മുടെ മക്കളുമായിട്ട് സംസാരിച്ചിരിക്കണം, കഴിയുന്നതും നമ്മുടെ മക്കളോട് സമയം സ്പെൻഡ് ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണം എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. പക്ഷെ അതിന് പോലും മക്കളോട് പോലും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാനുള്ള ആരോഗ്യം ഞങ്ങൾ കാണില്ല. അങ്ങനെയാണ്. എനിക്കാണെങ്കിൽ ഈ അസുഖം, അതായത് ഈ ബ്രസ്റ്റിലെ ക്യാൻസർ സ്ഥിരീകരിക്കുന്ന സമയം വരെയും എനിക്ക് മറ്റൊരു അസുഖങ്ങളും ഇല്ലാത്ത ആളായിരുന്നല്ല. എനിക്ക് പനി വരത്തില്ല, എനിക്ക് ജലദോഷം വരത്തില്ല, എനിക്ക് മറ്റൊരു അസുഖങ്ങളും എനിക്ക് വരത്തില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന അസുഖം എന്ന് പറഞ്ഞാൽ പിന്നെ
മൈഗ്രെയിൻ്റെ തലവേദന എനിക്കുണ്ടായിരുന്നു. അതല്ലാതെ എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ ആകെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ള 2 മക്കളുടെ ഡെലിവറിക്ക് മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളതും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളതും. അല്ലാതെ ഞാൻ മറ്റൊരു അസുഖത്തിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടേ ഇല്ല. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുമില്ല. ഇനി എൻ്റെ ഈ 3/4 ഭാഗം ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ട് പോലും എനിക്ക് ഇപ്പോഴും ടെൻഷനാണ്. പിന്നെ പഠിച്ച സത്യമായിട്ടും ബ്രോ, എനിക്ക് ഉറക്കം ഇതുവരെ ഇല്ല. അറിയാവൂ, ഞാൻ കൂടിപ്പോയാലും ഞാൻ 2 മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത് തന്നെ. കാരണം ടെൻഷൻ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ട്രീറ്റ്മെന്റ് ഫലം കാണുമോ, ഇനി എന്താണ്, കാരണം റേഡിയേഷൻ പോലും എനിക്ക് തുടങ്ങിയില്ല. റേഡിയേഷൻ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറേയൊക്കെ ടെൻഷൻ അങ്ങ് മാറിയാണ്. കാരണം റേഡിയേഷൻ കൂടെ ചെയ്താലേ പറ്റത്തുള്ളൂ. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കീമോ റേഡിയേഷൻ. ഈ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് കീമോ റേഡിയേഷൻ മാത്രമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്.